ഭാര്യയും ഭർത്താവും എന്ന ബന്ധത്തിലെ രണ്ട് പേർ ചേർന്നൊരു ജീവിതം പണിതുയർത്തി ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരേ തലയിണയിൽ തലചായ്ച്ച് കിടന്നുറങ്ങിയവർ ഒരേ സ്വപ്നങ്ങൾക്ക് നിറം നൽകി ജീവിതം ഒരിക്കൽ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെ നെയ്തെടുത്തതല്ലേ. ഒരു വീട്, ഒരു ചിരി, ഒരു നമ്മൾ എന്നൊരു ചെറിയൊരു ലോകവും. എന്നാലോ ചില വഴികൾ നമ്മളെ ഒരുമിച്ച് നടക്കുമെന്ന് കരുതിയ വഴികളൊക്കെ തന്നെ ഒരു ദിവസം കാൽപ്പാടുകളൊക്കെ മാറി പിരിഞ്ഞതോടെ ദൂരമെന്നൊരു നിശബ്ദമായ മതിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വേർപിരിയലിന് ശേഷം ഒരേ വീട്ടിൽ ഒരിക്കൽ മുഴങ്ങി നിന്ന ചിരികൾക്ക് പകരം ഇന്ന് നിശബ്ദതയുടെ മതിലുകളാണുള്ളത്. മുന്നിൽ വന്ന് ചായ നൽകി ചിരിച്ചിരുന്ന ഒരാളെ ഇന്ന് ഓർമ്മയിൽ മാത്രം കാണുമ്പോൾ ഹൃദയം ചെറിയൊരു വേദനയാൽ ഇങ്ങനെ അടിച്ചു വീഴും. ഒരിക്കൽ ഒരൊറ്റ വാക്കിൽ മനസ്സിലാക്കിയിരുന്നൊരു മനുഷ്യനെ പിന്നെ കാണുമ്പോൾ പറയാനൊന്നുമില്ലാത്ത അകലം അല്ലേ. ഇതാണ് സത്യത്തിൽ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് കാതിൽ പൊട്ടുന്ന ശബ്ദമല്ല, അതൊരു നിശബ്ദതയുടെ വലിയൊരു കുത്താണെന്നാണ് പറയാം. എന്താണ് തെറ്റായത്? ഒരിക്കൽ കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മളെ രക്ഷിക്കാനായിരുന്നോ ഈ ചോദ്യങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരം ഹൃദയത്തിൽ കുറേ ചൂളിക്കൊളുത്തുമെന്നാണ് പറയാം. പക്ഷേ ജീവിതം പറയുന്ന മറ്റൊരു സത്യമുണ്ട് കേട്ടോ. ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് പരസ്പരം വെറുപ്പിച്ചതിനാലൊന്നുമല്ല, ഒരു മനുഷ്യനെ സ്നേഹിച്ചിട്ടും അവൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയാതെ മനസ്സിൻ്റെ വേദന കൊണ്ടാണ് വേർപിരിഞ്ഞത് എന്നത്. വേർപിരിയൽ പരാജയമൊന്നുമല്ല, പക്ഷേ രണ്ടു പേരിൽ നിന്നും വലിയ ധൈര്യമാണ് വേണ്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഒന്നിനൊന്ന് ചതിക്കാതെ, ഒന്നിനൊന്ന് പിടിച്ചിരുത്താതെ പരസ്പരത്തിൻ്റെ മനസ്സിനെ നിങ്ങൾ രക്ഷിക്കാനെടുത്ത ഒരു കഠിന തീരുമാനമാണത്. സ്നേഹിച്ച ആളെ നഷ്ടപ്പെടുമ്പോഴേ മനസ്സിൻ്റെ ഒരു ഭാഗം പൊടിഞ്ഞു പോകുമെന്നുള്ളത്. എന്നാൽ അത് തന്നെയാണ് പുതിയൊരു ജീവിതം വരാനുള്ളൊരു സ്ഥലമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഒരിക്കൽ കൈപ്പിടിച്ച് നടന്ന വഴികളൊക്കെ തന്നെ ഇത് ഒരു ഓർമ്മയായാലും അല്ലെങ്കിൽ ആ ഓർമ്മകൾക്ക് കൃത്യമായ ഒരു ബഹുമാനമുണ്ട് എന്നുള്ളതാണ്. അവയെ മറക്കേണ്ടതൊന്നുമില്ല. എന്നാൽ നിങ്ങളതിൽ കുടുങ്ങി നിങ്ങളൊരിക്കലും സ്റ്റക്കായി നിൽക്കരുത് എന്നാണ്. സ്നേഹം നഷ്ടമായാലും മനസ്സിൻ്റെ പ്രകാശം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. വേദന വന്നാലും ഹൃദയം ഒരിക്കൽ നിങ്ങൾ മറക്കരുത്. നഷ്ടപ്പെട്ടത് നിങ്ങൾക്കുള്ള നിങ്ങളെ തന്നെ എന്ന് വെച്ചുകൊണ്ടാണ്. എന്നാലും നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ സ്വയം പിടിച്ചു നിർത്തുന്ന നിങ്ങളിൽ നിന്ന് നീങ്ങിയ ദിനങ്ങളെയൊക്കെ തന്നെ ശ്വാസമായി സ്വീകരിക്കുക. ഒരിക്കൽ നിങ്ങൾ കൈപിടിച്ച് നടന്നവർ ഇന്നില്ലെങ്കിലും നിങ്ങളുടെ പാത ഇപ്പോഴും തുറന്നു തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതം അവസാനിച്ചിട്ടില്ല, ബന്ധങ്ങളൊക്കെ മാത്രമേ അവസാനിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പുതിയ ഉദയമാണ്, ഒരു പുതിയ ജീവിതമാണ്. വേദനയിലൂടെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. സ്വയം സ്നേഹിച്ചുകൊണ്ട്, ശാന്തമായിക്കൊണ്ട്, ഉറച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ജീവിതം ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി അത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് തന്നെ നിങ്ങളുടെ യാത്ര തുടരട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.